ടി.കെ. രാജ്മോഹൻ റിട്ടയർഡ് SP കൂടെ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. രാജ്മോഹൻ, നാടിനെ നടുക്കിയ ഒരു കൂട്ടക്കൊല തന്നെയായിരുന്നു താമരശ്ശേരിയിൽ നമ്മൾ കണ്ടത്. ആ കൊലപാതകത്തിൽ വ്യാപക റെയ്ഡാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രതികളായ 5 പേരുടെ വീട്ടിലും റെയ്ഡ് നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇനി കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം എത്തുമോ ഇല്ലയോ എന്ന് തന്നെ നമുക്കിനി നോക്കിക്കാണേണ്ടിയിരിക്കും. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഈ കേസിൽ ഇനിയും കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടാകുമോ? ഏത് തരത്തിലായിരിക്കും ഈ കേസിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടത്? ഒരു നാട് നടുക്കിയ ഒരു സംഭവമാണ്. ഇപ്പൊ മലബാറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു കൂട്ടായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഒരു കുട്ടിയെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ആയ ഒരു ക്രൂസമായിട്ടുള്ള ഒഫൻസ് ആണ്. ഒരു ശരിയായ ഒരു ഭീകരമായ കുറ്റാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പൊ 5ഓളം കുട്ടികൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഇപ്പൊ റെയ്ഡ് കണ്ടക്ട് ചെയ്യാണ്. അവരുടെ വീടുകൾ റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് എവിഡൻസുകൾ ശേഖരിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ്, അവരുടെ മൊബൈൽ ഫോണ്, അവരുടെ ബാക്കി കാര്യങ്ങൾ, അവരുടെ നടപടിക്രമങ്ങൾ, അവർക്ക് ഇങ്ങനെ വയലൻസ് ഉണ്ടാവാൻ വേണ്ടി എന്താ കാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവിക തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തെളിവുകൾ കിട്ടും. കൂടാതെ അവരുമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വേറെ ആൾക്കാർ വല്ലതുണ്ടോ, അവരുടെ ഇപ്പം അലിഗേഷൻ പറയുന്നത് അവരുടെ പാരന്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൽ വരുത്തും. ഇപ്പൊ അന്വേഷണ മധ്യയാണ് ഇപ്പൊ പോലീസുകൾ എന്താണെന്നോ അന്വേഷണ മധ്യേ കിട്ടുന്ന തെളിവുകൾ ശേഖരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ വളരെ സീരിയസ് ആയി മുന്നോട്ട് പോകുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ പോകും. അങ്ങനെ പോകുമ്പോഴാണ് കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ മനസ്സിലാവും ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറെ വല്ല ആൾക്കാരുണ്ടോ, അവരെ സഹായിക്കാൻ വേണ്ടി വേറെ മുതിർന്ന ആൾക്കാർ ആരെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടോ, അതല്ലേ കുട്ടികളെ മർഡർ ചെയ്തതാണോ, അവർക്ക് ഈ നഞ്ചക്കുമാരിൽ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അത് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ബാക്കി തെളിവുകൾ കോടതി മുമ്പ് ഹാജരാക്കുകയും ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ഇടയിലുള്ള ഒരു മദ്യലഹരി അതൊക്കെ ഇപ്പോൾ വ്യാപകമാകുകയാണ് കേരളത്തിൽ. പലതരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെയൊന്നും ഉറവിടം പിടിക്കാട്ടാൻ പോലും ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് സാധിച്ചിട്ടില്ല. അതൊരു വലിയൊരു വീഴ്ച തന്നെയാണ്. കൊച്ചു കുട്ടികളിലടക്കം ഇതിപ്പോൾ വ്യാപകമായി എത്തുകയാണ്. ഈ ഒരു പ്രതികൾക്ക് ലഹരി സാന്നിധ്യമുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാഫിയുമായി ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലേക്ക് അന്വേഷണം പോകില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴും പൊതുവെ നമ്മുടെ ഈ സ്കൂൾസിലും കോളേജിലും ഈ +2 പഠിക്കുന്ന കുട്ടികളായാലും ശരി, കോളേജിലായാലും ശരി, കൗമാരക്കാര് ഭയങ്കരമായിട്ട് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, പിന്നെ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ്, പിന്നെ മദ്യത്തിന്റെ അവൈലബിലിറ്റി, പിന്നെ ഇഷ്ടം പോലെ കാശ് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് കാശിടാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള മാർഗങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവാണ്, വല്ലാണ്ട് വഴിതെറ്റിപ്പോയിട്ടാണ്. ഇപ്പോൾ അവരെ സിനിമ മാതിരി വയലൻസ് സീൻ അവരെ സ്വാധീനിക്കുകയാണ്. അപ്പൊ സിനിമയിൽ നായകനാകാട്ടി കൂടുതൽ നായകന്മാർക്കാണ് ഇപ്പോൾ മാർക്കറ്റ്. അപ്പൊ അങ്ങനെ വയലൻസിനോട് ഈ ചെറുപ്പക്കാരുടെ മനസ്സ് വയലൻസിലേക്ക് പോകുന്നു. ആ വയലൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് അതിന്റെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് സമൂഹം ഇനി ചെയ്യുന്നത്. അപ്പൊ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ്, അങ്ങനെ ഈ ഡ്രഗിന്റെ അതിപ്രസരം കൊണ്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്തെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവർ ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രഗിന്റെ ഉപയോഗം ചെയ്ത് ഡ്രഗിൽ അവർ മുങ്ങിത്താഴുമ്പോൾ അവർക്കറിയില്ല എന്താണ് അച്ഛൻ ആര്, അമ്മയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ ആരാണ്, പുരുഷന്മാരാണോ ഒന്നും അവർക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിന്റെ അതിപ്രസരം കൊണ്ട് ഈ സമൂഹം ഇത്തരത്തിൽ ജീർണതയിലേക്ക് വരുന്നത്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്ത ഉത്തരവാദിത്വം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. അതിനെല്ലാവരും സർക്കാരിനുണ്ട്, പോലീസുണ്ട്, ഈ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം. അപ്പൊ ഈ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ്, ഉറവിടം കൂടി കണ്ട് എവിടുന്നാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നാണോ, അല്ല അതിന്റെ കിങ് പിൻ ആരാണ്, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ സപ്ലൈ ചെയ്യുന്ന ആരാണ്, അതിന്റെ ഈ കാരിയറെ മാത്രം പ്രതിയാക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ആൾക്കാരെയും പ്രതി ചേർത്തുകൊണ്ട് അതിന്റെ എവിടുന്നാണ് ഉറവിടം, ആ സ്ഥലം വരെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകണം. എന്തോ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഈ വീഴ്ചകളൊക്കെ നമ്മൾ കാണപ്പെടുന്നത്. നമ്മളെ ഈ കുട്ടികളുടെ ഈ ഒരു വഴക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇതൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പാരന്റ്സ് ആണെങ്കിലും നിസ്സാരമായിട്ട് കാണും. പക്ഷേ ഈ ഒരു താമരശ്ശേരിയിൽ ഒരു കൊലപാതകത്തിന് അവർ നഞ്ചങ്ക് പോലുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഇതൊക്കെ കാണുന്നിടത്തൊക്കെയാണോ സൂക്ഷിക്കുന്നത്? അതൊക്കെ വലിയ തരത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമല്ലേ? കാരണം ആ ഒരു കുട്ടിയുടെ അടിയുടെ ആഘാതത്തിൽ തലയോട്ടി വരെ പൊട്ടിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് പാരന്റിങ്. പ്രോപ്പർ പാരന്റിങ്ങും ഇല്ല. കാരണം നമ്മുടെ കുട്ടികൾ എന്ത് പോകുന്നു, എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ രാവിലെ ആരൊക്കെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ വേണ്ടി പാരന്റ്സ് തയ്യാറാകുന്നില്ല.
അവർ കുട്ടികൾ ആവശ്യപ്പെടുന്ന മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു, അവരാവശ്യപ്പെടുന്ന കാശ് കൊടുക്കുന്നു. അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് അവർ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പോകുന്ന വഴി ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ സ്കൂൾ വിട്ടിട്ട് അത് മടങ്ങി വരുന്ന സമയത്ത് എത്തുന്നുണ്ടോ, അതല്ല അവർ വേറെ വല്ല കോണ്ടാക്ട്സ് ഉണ്ടോ, അല്ല വഴിയിൽ വെച്ചോ സ്കൂളിൽ വെച്ചിട്ട് ആരെയും കാണുന്നുവോ, ഇങ്ങനെ ഡ്രഗ് പെഡ്ലേഴ്സിനോ അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ആന്റി സോഷ്യൽ എലിമെന്റ്സായി ബന്ധപ്പെടുന്നുണ്ടോ, ഇതൊന്നും പാരന്റ്സ് നോക്കുന്നില്ല. അപ്പൊ അതും ഒരു കാരണമാണ്. പ്രോപ്പർ പാരന്റിംഗ് ഇല്ല. അഥവാ പാരന്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ അഥവാ വല്ല കേസിലും പിടിക്കപ്പെട്ട് കുട്ടിയുടെ കയ്യിൽ നിന്ന് വല്ല ഇങ്ങനത്തെ ഡ്രഗുകളുടെ മിഠായിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല സംഭവങ്ങൾ പിടിക്കപ്പെട്ട് സ്കൂൾ റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ ഈ പാരന്റ് പറയും എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പം ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമില്ല, എല്ലാ തരത്തിലും ഈ ഇതുപോലെയുള്ള ജീർണതകൾ സമൂഹത്തിൽ വളരാൻ വേണ്ടി ഇപ്പൊ സാധ്യതയുള്ള ഒരു ചുറ്റുപാട് നമുക്കുള്ളത്. അത് കൺട്രോൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് പൊതുസമൂഹത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതൊരു കൂട്ടായ എത്തത്തോളം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നാളെ മുതൽ 10ാം ക്ലാസ് പരീക്ഷ ആരംഭിക്കുകയാണ്. ഈ കുറ്റവാളികളും നാളെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അതിനോട് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? കാരണം അങ്ങനെ ഒരു നടപടി അത് ശരിയല്ല, അവർക്ക് പരീക്ഷ പോലും എഴുതാൻ അനുവദിക്കരുതെന്നുള്ള ഒരു ഭാഗം ആളുകളുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അല്ല, അത് നമ്മൾ കുറ്റം, കാരണം നമ്മൾ ഒരിക്കലും ഈ കുരുന്നുകളെ കുറ്റം പറയുന്ന ഒരു കാര്യമില്ല. കാരണം കുരുന്നുകളെ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞ മാതിരി പേരൻസ് എൻവയോൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, സമൂഹം ഉണ്ടാക്കിയിട്ടുണ്ട്, അവൈലബിൾ ഡ്രഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, സിനിമമാരിലെ വയലൻസ് കൂടുതൽ ചെയ്യുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരു നശിക്കാനുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നശിക്കാനുള്ള എൻവയോൺമെന്റ് അല്ല, അത് പോസിറ്റീവായിട്ട് കണ്ട് കുട്ടികളെ മുന്നോട്ട് പോകാൻ വേണ്ടത്. അപ്പൊ കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ വഴി തെറ്റുമ്പം അവരെ നേർവഴിയിൽ നൽകിയ ഉത്തരവാദിത്വം തികച്ചും പാരന്റ്സിനും സമൂഹത്തിനും മൊത്തത്തിലും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവരെ വഴി തെറ്റാത്ത നോക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പൊ അത് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. പക്ഷെ കുട്ടികളെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ കുട്ടികൾക്ക് സ്വയം ബോധം വരുത്തണം. കാരണം തെറ്റായ വഴി കൂടി പോകാൻ പാടില്ല എന്ന്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എക്സാം എഴുതിക്കണം എന്നുള്ളത്, എക്സാം എഴുതേണ്ട ഉത്തരവാദിത്തമാണ്. എക്സാം എഴുതിക്കണം. എക്സാമിന് അത് മാറ്റി നിർത്തുന്ന യാതൊരു അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.